മുത്തശ്ശ, ഞാൻ മുത്തശ്ശനോട് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോട് ക്ഷമിക്കണേ മുത്തശ്ശ, എന്നോട് ക്ഷമിക്കണേ. മുത്തുവിരിഞ്ഞ് പോവാതെ മുമ്പ് കാലം കുരുതി നൽകിയ കുഞ്ഞെ, നിനക്കായി തെരുവിൽ കത്തിച്ചു വയ്ക്കുന്ന വിളക്കുകൾക്ക് നിന്റെ ആത്മാവിന് നിത്യശാന്തി നൽകാനാകുമോ? നീ കണ്ട സ്വപ്നങ്ങൾക്ക് പുനഃപ്പിറവി നൽകാനാകുമോ? പിന്നെ എന്തിനെ നിന്നെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ? പെണ്ണിന്റെ മാനം, അഭിമാനം, സംരക്ഷണം, അതാണ് വിഷയം. വാഗ്ദാനങ്ങൾ കൊണ്ട് പണം ഉണ്ടാക്കുന്ന മാധ്യമക്കൂട്ടം അവർ അവർക്ക് തന്നെ പിച്ചയെ ലഭിക്കുന്ന കാശിന് മുഖമിരിക്കി ചർച്ചയ്ക്കിരിക്കുന്ന നമുക്കറിയാത്ത രാജ്യത്ത് അറിയാത്ത സഹോദരത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന രാഷ്ട്രീയ കൂട്ടം. ഇവിടെ പെണ്ണിനെ മാനം കെട്ടി അറുംകൊല ചെയ്യുന്നവനെ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ അവന്റെ ജീവന് മനുഷ്യാവകാശത്തിന്റെ പേരിൽ മുറവിളി കൂട്ടാണ്. തെറ്റ് ചെയ്യുന്നതിനെ പരസ്യമായി വിചാരണ ചെയ്ത് ശിക്ഷിക്കാൻ തയ്യാറായാൽ പഠിക്കും. പെണ്ണിന്റെ മടിക്കുത്തിന് നീളെ നീളുന്ന കൈ പകയ്ക്കും. മരുമകളും നാളെ മുത്തശ്ശന് നേരെ വിരലിയത്തില്ല. ഒരക്ഷരം നൽകാവുന്നതിന്റെ എല്ലാ സ്നേഹ സമ്മാനങ്ങളും ഈ ശരീരത്തിന് സമ്മാനിച്ചു എന്റെ മകന്റെ സഹപ്രവർത്തകൻ. അത് കണ്ട് പൊട്ടിച്ചിരിച്ചു എന്റെ മകൻ. ഞാൻ കൈ വളരുന്നതും കാൽ വളരുന്നതും എന്റെ വിരൽ തുമ്പ പിടിച്ചു നടന്നു. ഞാൻ പറഞ്ഞ ആദ്യാക്ഷരങ്ങൾ പഠിച്ച എന്റെ മകൻ. ലോകത്ത് വേറെ ആർക്കുണ്ടാവും ഇത്രയും പുണ്യം ചെയ്തൊരു ജന്മം? എനിക്ക് വേണ്ടിയായിരുന്നില്ലേ മുത്തശ്ശിനെ അനുഭവിച്ചത് ഓർക്കുമ്പോ? ഒരിക്കലും എന്റെ മകന്റെ കുട്ടി എനിക്കൊപ്പം ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന്റെ പടുകുഴി, അനാഥത്വത്തിന്റെ നെറുകയിൽ അവളുടെ ജന്മം എരിഞ്ഞു തീരുന്ന എന്റെ തീരുമാനം. അതുകൊണ്ടല്ലേ മക്കൾക്ക് പോലും വേണ്ടാത്ത ഈ മുത്തശ്ശനെ ജീവനത്തുല്യ സ്നേഹിക്കുന്ന എന്റെ പേരക്കുട്ടി എനിക്ക് കിട്ടിയത്, എന്റെ മോളെ എനിക്ക് കിട്ടിയത്. പേരക്കുട്ടിയും സംസാരിച്ചു തീർന്നെങ്കിൽ മടങ്ങാം. സമയം അധികരിച്ചിരിക്കുന്നു. നന്ദിയുണ്ട്. എനിക്ക് വേണ്ടി എന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി എന്റെ നിഴലായി കൂടുന്നത് ഒന്നും പറയാനായിട്ടില്ല. നാളത്തെ ദിവസം തീരുമാനിക്കാം എല്ലാം.